സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി ഫറൂഖിലെ അബ്ദുൾ റഹീമിന് ദിയാധനമായി ലഭിച്ചത് 47.5 കോടി രൂപയാണ്. ഒരിക്കൽ കൂടി പറയാം, 47.5 കോടി രൂപ. ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ അബ്ദുൾ റഹീം നിയമസഹായ സമിതിയാണെന്ന് പുറത്തുവിട്ടത്. 36 കോടിയോളം രൂപ ചെലവായെന്നും ബാക്കി വരുന്ന തുക എന്ത് ചെയ്യണമെന്ന് റഹീം നാട്ടിൽ എത്തിയ ശേഷം തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ അകമഴിഞ്ഞാണ് ലോക മലയാളികൾ സഹായിച്ചത്. 34 കോടി രൂപയായിരുന്നു ജയിൽ മോചനത്തിന് ആവശ്യമുണ്ടായിരുന്നത്. ഉമ്മ ഫാത്തിമയുടെ കണ്ണുനീരും കുടുംബത്തിന്റെ ആശങ്കയും കണ്ടപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിച്ചത് 47,87,65,347 രൂപ. സൗദി ബാലന്റെ കുടുംബത്തിനും അഭിഭാഷകന് നൽകിയതുമടക്കം 36,27,34,927 രൂപ ചിലവായി. ബാക്കി 11,60,30,420 രൂപ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയെന്ന് ഭാരവാഹികൾ. 47,87,65,347 രൂപ വരവും 36,27,34,927 കോടി ചെലവും ബാക്കി 11,60,30,420 രൂപ ബാലൻസുമുണ്ട്. ഈ റഹീം നാട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ആ പണം എന്ത് ചെയ്യണം, എങ്ങനെ ചിലവാക്കണമെന്നൊക്കെ തീരുമാനിക്കും. സത്യത്തിൽ ഈ പണം എങ്ങനെ നമുക്ക് നമ്മുടെ സമാനമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാം എന്നാണ് നമ്മോട് ബൈലോ പ്രകാരം എഴുതിയിട്ടുള്ളത്. 9 ലക്ഷം ആളുകളാണ് ചെറുതും വലുതുമായ സഹായം നൽകി ധനസമാഹരണത്തിൽ പങ്കാളികളായത്. അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായി റഹീം സഹായ സമിതി ഭിന്നിപ്പിലാണെന്ന വാർത്തയും ഭാരവാഹികൾ തള്ളി. 24 കോഴിക്കോട്. എന്തായാലും ഇത്രയും വേഗത്തിൽ ഇത്രയധികം പണം സ്വരൂപിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് അണിചേർന്നു എന്നുള്ള വലിയ കാര്യമാണ്. അല്ലെങ്കിൽ 47 കോടി രൂപയൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് പിരിച്ചെടുക്കാൻ കഴിയും? എന്തായാലും ഈ പണം റഹീം എത്തിയതിനു ശേഷം സൽക്കർമ്മത്തിന് ചെലവഴിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.